നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനെയും പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകാൻ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എ സന്ദീപിനും നോട്ടീസ് ലഭിച്ചു. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ചതോടെയാണ് ഒരു മാസം മുൻപ് പോലീസ് കേസെടുത്തത്. തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇരുവരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കും. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ മർദ്ദിച്ചത്. ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഡിസംബർ 23-നാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. തുടർന്ന് അതേ ദിവസം തന്നെ പോലീസ് കേസെടുത്തിരുന്നു. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പിന്നീട് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. കരിങ്കൊടി കാട്ടാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചിരുന്നു. തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആളാണ് ഗൺമാൻ. തനിക്കോ ബസ്സിനോ നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണ്. ഇതു സംബന്ധിച്ച് ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.